വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിനൊരു എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പോഡ്കാസ്റ്റാണ്, ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബർത്ത്ഡേ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ലാലേട്ടൻ്റെ May 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു ഇതെന്ന് പറഞ്ഞാൽ May 20 ഒരു ചെറിയ കണക്ഷൻ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ആൾക്കൊരു വിഷയത്തിന് തുടങ്ങാതിരിക്കണം. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. അപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ അങ്ങനെ ചെയ്യണ പോലെ അല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആളെ കുറിച്ചൊന്നും പറയാനില്ല കൂടുതലായിട്ട്. അത് ലാലേട്ടൻ എന്താണെന്നുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതെന്ന് വെച്ചാൽ മലയാള സിനിമയുടെ രണ്ട് തൂണുകളാണ് മമ്മൂക്ക ലാലേട്ടൻ. മറ്റേ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രണ്ടാൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് ലാലേട്ടൻ എത്താന്ന് പറഞ്ഞാൽ അത് അതാള് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാലഘട്ടത്തിൽ ഇപ്പോഴും എന്താ പറയാ ഓരോ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷന് പോലും ലാലേട്ടനെ അറിയാം. ലാലേട്ടൻ ഇത്രയും വലിയൊരു ആക്ടർ ആണെന്നുള്ളൊരു സാധനം ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 90s തൊട്ടുള്ള ആളുടെ സിനിമകൾ കണ്ടിട്ടുണ്ട്. 80s കണ്ടിട്ട് കുറവായിരിക്കും, പക്ഷെ കണ്ടിട്ട് പിന്നെ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നരസിംഹൊക്കെ ആയിരിക്കും ഇപ്പൊ നമുക്ക് ഭയങ്കര ഓർമ്മയില്ല. പിന്നുള്ള ടി വി കണ്ടുള്ള സിനിമകൾ, ഇതും ടി വി കണ്ടാണ്. രാവണപ്രഭു, അല്ലെങ്കിൽ നാട്ടുരാജാവ്, അങ്ങനത്തെ കുറെ പടങ്ങളാണ് നമ്മുടെ പെട്ടെന്ന് വരാം. പക്ഷെ അതിനുശേഷം വന്ന ജനറേഷൻ ആണെങ്കിലും പിന്നീടുള്ള പടങ്ങൾ ഇപ്പൊ ഒരു 2010 ശേഷം ജനിച്ച പിള്ളേരാണെങ്കിൽ അവർക്ക് ചിലപ്പോ പുലിയൂര് തന്നെ ആയിരിക്കും പുള്ളിനെ ഓർമ്മ ഉണ്ടാവണ പടം. ഇപ്പൊ മറ്റേ ചോട്ടാ മുംബൈ റീ റിലീസ് ഒക്കെ വന്നല്ലോ, ആഘോഷിച്ച സിനിമയാണ്. ഇപ്പോഴും ആ പടത്തിന് കാണാൻ ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ വരെ രാവണപ്രഭു ആണെങ്കിലും റിലീസ് വന്നപ്പോ മൊത്തം ആഘോഷിച്ച സിനിമയാണ്. അപ്പൊ അത് ഒരിക്കലും പറഞ്ഞാൽ ഇത് ആലോചിച്ച് നോക്കണം വെച്ചാൽ അത് തിയേറ്ററിൽ ഹിറ്റായ സിനിമകളാണ് രണ്ടും. ആ സമയത്ത് വൻ ഹിറ്റായ സിനിമകളാണ്. എന്നിട്ട് റിലീസ് വെക്കുമ്പോൾ അതിനൊരു ഓഡിയൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് ആളുടെ ഒരു ഇതാണ്. അത് എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ എടുത്തു പറയേണ്ടത് തന്മാത്ര, ആക്ടിങ്ങിൽ എടുത്തു പറയേണ്ടത്. പിന്നെ അതുപോലെ കാലാപാനി. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഇതുണ്ടല്ലോ ഭ്രമരം. അച്ഛാ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കുറച്ചും കൂടി മുന്നേക്കുള്ള സിനിമകളാണ്. പക്ഷെ ആളതിനു മുമ്പ് മറ്റേ എന്താ പറയാ വാനപ്രസ്ഥം എന്ന് പറഞ്ഞിട്ട് കഥകളിയുടെ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആളെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇന്ന ഒരു സാധനമാണെന്ന്. എന്ത് ചെയ്യും അങ്ങനത്തെ ഒരു സാധനം ആൾക്കില്ല. നമുക്ക് തന്നെ മറ്റേ പിന്നീട് കഴിവുണ്ടാക്കി വരേണ്ട ഒരു സാധനമില്ല. ഇപ്പൊ മമ്മൂക്ക് പറഞ്ഞ ഒരു സാധനം പറഞ്ഞാൽ ആള് മറ്റേ ബോൺ ആക്ടർ അല്ല. മമ്മൂക്ക് ബോൺ ആക്ടർ അല്ല, ഒരു തേച്ച് മിനിക്ക് വന്ന പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതിപ്പിക്ക് പറഞ്ഞ മറ്റേ ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് ഇല്ലേ, ലാലേട്ടൻ ഒരു വലിയ ഡയലോഗ് പറഞ്ഞ സാധനമുണ്ട് സിദ്ദീഖിന്റെ ദൃശ്യം 1 അപ്പൊ അതിൽ പറഞ്ഞാൽ അവിടെ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്യണം. ആ ലാസ്റ്റത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സീൻ എടുക്കണതിന് മുമ്പ് അവിടെ ഇങ്ങനെ കൊക്കൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് കാക്കി. ആകുമ്പോൾ വെച്ചാല് ലാലേട്ടൻ വന്നിട്ട് സീൻ എടുക്കണ സിദ്ദീഖിന്റെ അടുത്ത് പറഞ്ഞു വെറുതെ അല്ല മറ്റേ കാക്ക വിളിച്ചോ കൊക്കാവില്ല പറഞ്ഞു, എന്തോരം കൊക്ക അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ സിദ്ദീഖ് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നൊക്കെ പോവും. ഷോർട്ടിന് മുമ്പ് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ജിത്തി ജോസഫ് ആക്ഷൻ പറഞ്ഞു. അപ്പൊ പുള്ളി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റേ ജോർജ് കുട്ടി സിദ്ദീഖിന് അത് കൺഫ്യൂഷൻ ആയി. അപ്പൊ പറഞ്ഞാൽ ഷോർട്ട് കഴിഞ്ഞപ്പോ സിദ്ദീഖ് കൊണ്ട് ജിത്തു ജോസിനടുത്ത് പറഞ്ഞു അത് ജിത്തു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അത് ഓക്കെയാണെന്ന് ഉറപ്പാ. അപ്പൊ ലാല് ഇങ്ങനെ ചിരിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അതാർക്കും മനസ്സിലായിട്ടില്ല, സിദ്ദീഖിനും ലാലേട്ടനും മാത്രമേ ഉള്ളൂ. പക്ഷെ ലാലേട്ടനും പെട്ടെന്ന് പിന്നെ സിദ്ദീഖും ലാലേട്ടനും ഒരു നല്ലൊരു കോംബോണ്. അത് മറ്റേ വില്ലനും നായകനായിട്ട് വന്നാലും കൂടെ മറ്റേ ഫ്രണ്ട്സ് ആണ്. മറ്റേ ചോട്ടാ മുംബൈ മറ്റേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദീഖിന് അത്യാവശ്യം ഒരു ഏജുള്ള സമയത്താണ് ആ ക്യാരക്ടർ. പക്ഷെ അത് ഭയങ്കര സിങ്കാണ് ആ സാധനം. അങ്ങനെ വില്ലനാണെങ്കിൽ പോലും ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അത് എനിക്ക് പിന്നെ ഈ മൈക്ക് വെക്കുമല്ല. അപ്പൊ സിദ്ദീഖ് ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോ ലാലേട്ടൻ്റെ മൈക്ക് ഓൺ ആണെങ്കിൽ സിദ്ദീഖിന്റെ അടുത്ത് വന്നിട്ട് പറയും മൈക്ക് ഓൺ ആണ്. അവരത്രയും ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുന്നത്. ഇത് മറ്റേ മൂന്നാമത് മറ്റേ സൗണ്ട് റെക്കോർഡ് പിന്നെ ലാലേട്ടനെ പറ്റി എനിക്ക് ലാലേട്ടന്റെ ഏറ്റവും ഇത് ഹലോ സിനിമയില് അത് ഭയങ്കര മറ്റേ അഴിഞ്ഞാടിയ പഠനം.
മറ്റേ ഇവരെന്ത് പറഞ്ഞാലും ചെയ്യും, എന്ത് പറഞ്ഞാലും ചെയ്യും. എനിക്കിവിടെ അപ്പൊ അങ്ങനത്തെ ഹ്യൂമർ സെൻസ് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ. എനിക്കാന്ന് വെച്ചാലേ ആ സാധനം പറഞ്ഞപ്പോഴോ, കാരണം വെച്ചാൽ പുള്ളിക്ക് മറ്റേ ഇറങ്ങി ചെയ്യണ ഒരു സാധനം എന്ന് വെച്ചാൽ ഇപ്പൊ മറ്റേ താളോട്ടം സിനിമയില്ലേ, അതിൽ ആ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒക്കെ ഇങ്ങനെ പൊളിക്കണ ഒരു സാധനം, ആള് പോയിട്ട് എല്ലാം അടിച്ച് പൊളിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഹലോലാണെങ്കിലും പുള്ളി ആ പാട്ടിലൊക്കെ കിടന്നിട്ട് കറങ്ങിയൊക്കെ അടിച്ചിട്ട് സിദ്ധിക്കാൻ മാത്രമൊക്കെ അടിക്കുന്ന സാധനം. അപ്പൊ ആൾക്ക് മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഈസിയാ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഇപ്പൊ ബാക്കി ചില ആക്ടേഴ്സിനൊക്കെ നമുക്ക് വേറെ ആക്ടേഴ്സിനായിട്ട് അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് അവര് ആള് ചെയ്യണത് ആളെ സാധനം മാത്രമാണ്. അപ്പൊ ആളുടെ സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഈസിനെസ്സാ. ഒരു മറ്റേ അത് ഭയങ്കരമായിട്ട് എടുത്ത് ചെയ്യണ പോലെ തോന്നൂല. ആള് ഭയങ്കര കാഷ്വൽ ആയിട്ട് പോയിട്ട് ചെയ്യണ പോലത്തെ ഒരു പരിപാടിയാണ് ആൾക്ക്. അതിപ്പോ മറ്റു സാധനം ഉണ്ട്. ഇപ്പൊ ഒരു സമയത്ത് കാരണം അപ്പൊ നമ്മൾ മെജോറിറ്റി മമ്മൂക്ക ഫാൻസ് ആയിരുന്നു അവിടെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ഫാൻ ആവണേനോ പ്രശ്നമില്ല, ലാലേട്ടനെ ഇട്ടറാവേണ്ടിരുന്നാ മതി. അത് കഴിഞ്ഞാൽ ചിലവർക്ക് ഇപ്പൊ നമ്മളിപ്പോ മമ്മൂക്ക ലാലേട്ടനെ എടുത്താലും മറ്റേ സൂര്യ വിജയൊക്കെ എടുത്താലും ഈ ഒരാൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മറ്റാളെ വെറുക്കണമെന്നില്ല. നമുക്ക് മറ്റേ സമയത്ത് പണ്ടത്തെ ഒരു സമയത്ത് മറ്റേ സാധനമില്ലേ, മമ്മൂക്ക കൂടുതൽ കളക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞൊരു മൈൻഡ് ഉണ്ടാവും. പക്ഷെ പിന്നീട് നമ്മൾ മറ്റേ ഗ്രോ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവര് ഒരിക്കലും റീപ്ലേസബിൾ അല്ല. രണ്ടു തരം ആൾക്കാരാണ് ഒരിക്കലും. ഒന്നാമത് അവർ തമ്മിൽ പടങ്ങൾ വെച്ചിട്ട് കമ്പാരിസൺ തന്നെ ഒരു മണ്ടത്തരാണ്. കാരണം രണ്ട് തരത്തിൽ നീ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്, അവരെങ്ങനെ കമ്പയർ ചെയ്യും നമ്മള്. അപ്പൊ ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില സിനിമകൾ, ചില എടുത്തു പറയുന്ന സിനിമകളൊക്കെ ഇപ്പൊ മറ്റേ നമ്മുടെ ഫസ്റ്റത്തെ പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ രസതന്ത്രം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് സത്യനന്ദി കാണുന്ന പടങ്ങൾ ഭയങ്കര ഈസിയാണ് ആൾക്ക് ചെയ്യാൻ. ഇമോഷൻ ആണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തിട്ട് ആള് പോണ പോലത്തെ ഒരു പരിപാടി ഉണ്ട്. അതൊരു ഇതാണ്. പിന്നെ വെച്ചാൽ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞ കുറെ പറഞ്ഞ് വലുതാക്കാനുള്ളൊരു സാധനം പുള്ളി അതിനൊക്കെ മുകളിലാണ് ആള്. പിന്നെ മറ്റേ ഈ പടമില്ലേ, മറ്റേ പേര് ഞാൻ മറന്നുപോയി, അത് നല്ല അത് സത്യനന്ദിക്കാണ്ട് പടം തന്നെയാണ്. അതും ഞാൻ പറഞ്ഞല്ലോ, ഇത് മറ്റേ അധികം എടുത്തു പറയാത്ത കുറെ പടങ്ങളുണ്ട്. അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മറ്റേ സാധനല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്ക് ഉള്ള മറ്റേ ചമ്മല് പരിപാടികളൊക്കെ ഇല്ലേ, എന്തോ പറ്റിന്ന് മനസ്സിലാവും. പുള്ളിയുടെ കുറെ എക്സ്പ്രഷനും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും സംഭവിച്ചില്ല, പക്ഷെ പുള്ളിയുടെ എക്സ്പ്രഷനിൽ നിന്ന് ചെയ്ത പോലത്തെ ഒരു സാധനം കിട്ടും. അതില് മറ്റേ ജഗദീനെ പിടിക്കാൻ പോണില്ല, മറ്റേ വെള്ളട്ടം പോക്ക് മറ്റേ അടിച്ചിട്ട് ഇങ്ങനെ അത് ഏതോ ആൾക്കാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് വേറെ ഏതൊരു ആക്ടർ ആണെങ്കിലും അവിടെ ശരിക്കും പറഞ്ഞ മറ്റേ അങ്ങനത്തെ ഒരു ചിരി ആള് ചിരിക്കൂല, ആളല്ല വേറെ ആക്ടറും ചിരിക്കൂല. പക്ഷെ ലാലേട്ടൻ പറഞ്ഞ മറ്റേ മുഖം മൂടി ഊരിയിട്ട് കണ്ടു കഴിയുമ്പോ മറ്റേ സാധനല്ലേ, ആ മുഖം മൂടി കണ്ടു കഴിയുമ്പോ മറ്റേ ഇങ്ങനെ പിടിച്ചിട്ട് അത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ചന്ദ്രലേഖ, അതുപോലെ ബാലട്ട്, ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ സാധനങ്ങളാണ്. പിന്നെ അറബി ഒട്ടകവും മറ്റേ അതില് മുകേഷും അല്ല മുകേഷും ലാലേട്ടൻ ഭയങ്കര മറ്റേ എടാ പട്ടി ഇന്നതാണ് എന്റെ പേരെന്ന് പറയുമ്പോ ഒരു പട്ടിയുടെ കാര്യം പറ, വലിയ വാപ്പയുടെ പേര് മരപ്പട്ടി. അതുപോലെ തന്നെ ഒരു സാധനല്ലേ മറ്റേ രാത്രി ഇവര് മറ്റേ ഭാര്യ ജയിച്ചു എന്നുള്ള രീതിയിൽ ലാലേട്ടൻ കാലെടുത്ത് പോകുമ്പോ അതില് മുകേഷ് ഉണ്ടാവും. എന്നിട്ട് പോകുന്ന സമയത്ത് ഒരു സാധനല്ലേ, പെണ്ണില്ലാത്തടത്ത് ജനിക്കാം, പെണ്ണില്ലാത്തടത്ത് എങ്ങനെയാണ് ജനിക്കുന്നത്, മാനത്തുനിന്ന് പൊട്ടി വീടാം. അങ്ങനത്തെ പുള്ളി മറ്റേ അഴിഞ്ഞാടിച്ച് കിടന്ന് പറഞ്ഞ സാധനം. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സാധനമാണ് മറ്റേ കാക്കക്കുയില് ഇവരെ കോമ്പ് ഗംഭീര സാധനമാണ് വെച്ചാല്. ഈ മറ്റേ എന്നിട്ട് ഇടിവെട്ടി തന്നെ പാമ്പ് കടിച്ച് എവിടെ വെച്ച് ചില്ലക്കാരെ വൈകിട്ട് ഇതാരാ അവളുടെ അമ്മയുടേതായിരിക്കും, അത് നിനക്ക് എങ്ങനെ അറിയാം, പിന്നെ എന്റെ സ്വന്തക്കാരല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ കൊറേ പുള്ളിയാന്ന് കൊറേ കോമ്പായിട്ട് വന്നാലും പുള്ളിയുടെ സാധനം അടിപൊളിയായിരിക്കും. ലാലേട്ടൻ ഡാൻസ് ആണെങ്കിലും അത് ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആളെ കഴിഞ്ഞുള്ളൂ ഡാൻസ് കളിക്കുക. കാരണം പിന്നെ ഒരു ഫിസിക്കൽ പരിപാടി പറഞ്ഞാലും ഇപ്പോഴാണെങ്കിലും മറ്റേ സാധനമില്ല, ഇപ്പൊ ലേറ്റസ്റ്റ് പറഞ്ഞ മറ്റേ തുടരുന്നു മറ്റേ ചാടി വരുന്ന സാധനമാണെങ്കിലും പുള്ളി തുടരൂ എന്ന് പറയണത് അത്ര നാള് കഴിഞ്ഞിട്ട് ഇറ്റില്ലാണ്ടിരിക്കും. കാരണം മറ്റെനിക്ക് തോന്നുന്നു എമ്പുരാനോ അത്ര ഐ പി വന്നിട്ട് വർക്കൗട്ട് ആവാണ്ട് നിൽക്കുന്ന സമയത്ത് തുടരും വരുന്നത്. പക്ഷെ എനിക്ക് പറഞ്ഞ പുള്ളിയുടെ ഒരു നമ്മള് ബോക്സ് ഓഫീസ് പരിപാടികൾ അധികം പറഞ്ഞല്ല, എന്നാലും ലാലേട്ടനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ
ജനങ്ങൾ കാണാനാ, പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം തുള്ളൽ വന്ന് മടക്കി കുത്തുക അല്ലെങ്കിൽ മറ്റേ ചാടി ഇടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബോക്സ് ഓഫീസ് സാധനങ്ങൾ പറഞ്ഞാലും ആള് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഈ ഹൈപ്പിൽ വരുന്ന പടങ്ങൾ ശരിക്കും പേടിക്കണ്ട എന്നുള്ള സാധനമാണ്. ഹൈപ്പിൽ വരുന്നത് ചിലപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ ഓഡിയൻ ആണെങ്കിലും അല്ല വെച്ചാൽ ഇപ്പൊ ഹൈപ്പിൽ വരുന്ന പടങ്ങൾ ചിലപ്പോ മോശമാവാം, ഇപ്പൊ നീ പറഞ്ഞല്ലോ നല്ലതാവാം, അല്ലെങ്കിൽ ആ പ്രതീക്ഷ അത്ര വരാണ്ടിരിക്കും. പുള്ളി ശരിക്കും പേടിക്കേണ്ട പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിമ്പിൾ ഹൈപ്പിൽ വരുന്ന സാധനമല്ലേ, അത് സിമ്പിൾ പറഞ്ഞ ഒരു ഫാമിലി പടം എന്നൊക്കെ പറഞ്ഞ് വരുന്ന പോലെ പടങ്ങള് എത്ര പോയി അടിക്കൂന്ന് പറയാൻ പറ്റില്ല. കാരണം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ, കാരണം തുടർ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ അതിന്റെ പോസ്റ്റർ ഒക്കെ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് വന്നൊരു സിനിമയാണ്. അപ്പൊ അത് പുള്ളിക്ക് അങ്ങനത്തെ ഒരു ബോക്സ് ഓഫീസ് പരിപാടിയിലാണെങ്കിലും നല്ലൊരു സാധനം ഉണ്ട്. ഒരു ഇതെന്ന് വെച്ചാൽ ഒരു മറ്റേ സ്റ്റേജ് ഷോയിലെ ഇന്നസെന്റ് പറയണ്ടല്ലേ, മോഹൻലാല് എന്ത് മൊഗോണ് എന്നൊക്കെ പറയുമ്പോ എന്താ പറഞ്ഞ ഭരതത്തിൽ അയാള് നന്നായിട്ട് അഭിനയിച്ചു. അപ്പൊ അത് മറ്റേ റീൽ ഇറങ്ങി മറ്റേ മ്യൂസിക് വെച്ചിട്ട് അപ്പൊ അതിലൊരു ചിരി. മറ്റേ പുള്ളി എന്ന് പറഞ്ഞാലേ ഇപ്പത്തെ ഒരു സാധനത്തിനെക്കാട്ടും പണ്ടത്തെ ആ ഒരു ഫേസ് ഉണ്ടല്ലോ, വെച്ചാല് എന്താ പറയാ, മറ്റേ നാടോടി കാറ്റ് അവിടെ തൊട്ടൊരു ആ ഫേസ് ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ അതില് മറ്റേ ഇപ്പോഴും ക്യൂട്ടായിരുന്നു. ഇപ്പൊ ഓടിയാന് ശേഷമാണ് കുറച്ചൊരു ഫേസിനൊരു വ്യത്യാസം വന്നത്. പിന്നെ മുഖം ഒന്ന് തടിച്ച് എന്നാലും പക്ഷെ ഇപ്പൊ ആ ഫേസിലേക്ക് തിരിച്ച് വന്ന് ഇപ്പൊ ഈ അടുത്ത് താടി വടിച്ചിട്ട് മറ്റേ തരുൺമൂർത്തിയുടെ പുതിയ പടത്തില് മീശോത്രം വെച്ചിട്ട് വന്നപ്പോ അത് അടിപൊളി ലുക്കാണ്. അപ്പൊ അത് എനിക്ക് വെച്ചാൽ പുള്ളി ചെയ്യണതും പുള്ളിയുടെ ഒരു സാധനം വേറെ തന്നെ ഒരു സാധനമാണ്. ആളെങ്ങനെ വന്നാലും അടിപൊളിയാണ്. ഇപ്പൊ മറ്റേ ആ ലുക്കിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ലാലേട്ടൻ ഒരു ഇതില് പറയുന്നുണ്ട്, മറ്റേ ചരിത്ര സിനിമകള് ആൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. പക്ഷെ ഞാൻ അതില് വിശ്വസിക്കുന്നില്ല. കാരണം അത് പഴശ്ശിരാജൊക്കെ ആള് എക്സാമ്പിൾ പറഞ്ഞു, മമ്മൂക്കാക്ക് മാത്രം ചെയ്യാൻ പറ്റണ പടങ്ങളെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ചെയ്തോണ്ട് മമ്മൂക്കയുടെ ഒരു ലെയറാണ് അത്. ലാലേട്ടൻ ചെയ്യുമ്പോ അത് പറയാൻ പറ്റില്ല. ഇപ്പൊ മരക്കാറ് അത് പക്ഷെ ഒരു അത് മാത്രമാണ് എനിക്ക് ഇപ്പൊ വേറെ റോളൊക്കെ കുറെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തിക്കാര പക്കി മറ്റേ മരക്കാരന്റെ പ്രശ്നം ഒരു പക്ഷെ ഡയറക്ടർ കുറച്ചും കൂടി ശ്രദ്ധിച്ചിറങ്ങിയ ലാലേട്ടനെ കൊണ്ട് അല്ല എനിക്ക് തോന്നുന്നു അത് ശരിക്കും പറഞ്ഞാല് ഒരു അതിന്റെ ഒരു സെറ്റിംഗ് ആണെങ്കിലും ഒക്കെ ഒരു നമുക്ക് അത്ര കൺവിൻസ് ആവാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ലാലേട്ടനെ കണ്ട പടങ്ങൾ അങ്ങനെ വന്ന പടങ്ങളിൽ എനിക്ക് അത് മാത്രമാണ് ഒരു മിസ്കാസ്റ്റ് പോലെ. പുള്ളിക്ക് എന്തോ പുള്ളി ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ രീതിയിൽ, പക്ഷെ അതെന്തോ ആ കഥയ്ക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് ചേരാത്ത രീതിയിൽ. നമ്മ മരക്കാർന്ന് ഉദ്ദേശിക്കുമ്പോ തന്നെ നമ്മ വിചാരിക്കുന്ന ഡയലോഗ് ഡെലിവറി അങ്ങനെയല്ല. നമ്മ ഇപ്പൊ പഴശ്ശിരാജയിലും മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ലാങ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കും മരക്കാർന്ന് പറയുമ്പോ അങ്ങനെ തന്നെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ആ സമയത്തൊക്കെ കട്ട മമ്മൂട്ടി ഫാൻ അതൊന്ന് ഇതായി പറയാം. അപ്പൊ മരക്കാറ് ഹൈപ്പ് എനിക്ക് തോന്നുന്നു ഒരു അനൗൺസ്മെന്റ് പോലൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ മറ്റേ കുഞ്ഞാലി മരക്കാർ 4 ഇത് പൊട്ടിയെന്ന് പറയുമ്പോ നമുക്ക് വിശ്വാസമാണില്ല. കാരണം പക്ഷെ ഒരു ഇതുണ്ടായിരുന്നു ആളെങ്ങനെ അത് ചെയ്യൂന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞൊരു മറ്റേ കിളിച്ചുണ്ടാകുമ്പോഴത്തേക്കൊക്കെ പോലത്തെ ഒരു സ്ലാങ് ആണ് പുള്ളി പിടിച്ചേക്കണം. അപ്പൊ അത് കുറെ സാധനങ്ങൾ അങ്ങനെ വർക്കൗട്ട് ആവുമോ എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചില സാധനങ്ങള് മറ്റേ ലക്ഷത്തിലൊന്നോ ഒക്കെ സംഭവിക്കാവുന്ന പോലെ സാധനങ്ങളാണ് അത്. ദേവാസുരം, രാവണ പ്രഭു, അതൊക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ആൾ തന്നെയാണ്, അച്ഛനും മോനും ആൾ തന്നെയാണ്. മറ്റേ അതില് പറയണില്ലേ രാവണ പ്രഭുവില് വന്നിട്ട് പറയണില്ല കാർത്തികേയനെ ആരോ അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോ അവനിപ്പോ 3 പ്രായം അങ്ങനെ പിന്നെ അതിലെ പാട്ടുകൾ പുള്ളി മറ്റേ ഡാൻസ് കളിക്കുന്ന പാട്ടാണെങ്കിലും അത് പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ ആറാം തമ്പുരാൻ അതിലും മറ്റേ ജഗന്നാഥൻ ആ സാധനം അത് ഫസ്റ്റ് എന്ന് പറഞ്ഞ മറ്റേ മനോജ് ഗേജനെ കണ്ട് ചെയ്യാനിരുന്ന പടമാണെന്ന്. അപ്പൊ പിന്നെ അത് മാറി വെച്ചാല് അതിനു മുമ്പ് മറ്റേ ഷാജി കൈലാസിന്റെ ഒരു പടം ചെയ്തിട്ടുണ്ട് അസുരവംശം എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യേണ്ടത്. പക്ഷെ പുള്ളി പറഞ്ഞു വെച്ചാല് ലാലേട്ടൻ ചെയ്യുമ്പോ ലാലേട്ടന്റെ ഒരു സാധനം ഉണ്ട് മനോജ് ഗേജൻ പറഞ്ഞത്. അത് പുൾ ഓഫ് ചെയ്യണ വേറെ രീതിയിലാണ്. കാരണം ആള് മറ്റേ ജുബയും മുണ്ടൊക്കെ എടുത്ത് തന്നാ പിന്നെ സ്ക്രീൻ നിറഞ്ഞു, പിന്നെ വേറെ ആള് വേണ്ട. മറ്റേ അനൂപ് മേനോൻ ഒരു ഇത് പറയുന്നുണ്ട്, മറ്റേ ആറാം ദേവാസുരൻ തോന്നുന്നുണ്ട് എനിക്ക്. മീശയുടെ ഒരു കാര്യം ഭരണത്തില് ആള് ഇങ്ങനെ വന്ന് ചെയ്തിട്ട് പോയി അടുത്ത ആളെ മീശ വിരിച്ച് ചെയ്യുമ്പോ അതന്നെ ആദ്യം മറ്റേ അതേ ലുക്ക് തന്നെ ഒന്ന് മീശ വിരിച്ച സാധനം മാറി.
അത് വെച്ചാല് ഇപ്പൊ മറ്റേ എന്നിട്ടാണ് ഇപ്പൊ ആരോ എനിക്ക് തോന്നുന്നു അഖിൽമാരോ എന്തോ പറഞ്ഞു തന്നോണ്ട് അത് കഴിഞ്ഞാല് 3 പടം ലാലേട്ടന്റെ ഒരേപോലെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഒന്ന് കഥ നരസിംഹം മറ്റേ തിലകൻ അച്ഛന് വേണ്ടിട്ട് ഇതേണ മകൻ ലാലേട്ടനാണ് ലാലേട്ടന്റെ മോൻ മറ്റേ സ്ഫടികം തിലകൻ അച്ഛൻ അതുപോലെ തന്നെ ഇതും പിന്നെ വേറൊരു പടം അങ്ങനെ വന്നത് നാട്ടുരാജാവില് വേറെ ആളാ അച്ഛൻ കിരീടം ഇത് 3 പടങ്ങള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കിരീടം സ്ഫടികം ഇത് മറ്റേ നരസിംഹം പക്ഷെ എന്ന് പറഞ്ഞാൽ 3 സാധനമാണ് വേറെ സാധനമാണ് ഇപ്പൊ ചില എനിക്ക് തോന്നുന്നു ഇപ്പൊ റിപ്പീറ്റേഷൻ വരാം കാരണം ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് എന്ത് ഇവരെന്നെ അച്ഛനും മോനും എന്ന് പറഞ്ഞതാണ് പക്ഷെ 3 റേഞ്ചിലാണ് ആള് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ മറ്റേ ഏകദേശം 3 ഡിസ്റ്റൻസ് നല്ല ടൈമും ഉണ്ട് അപ്പൊ ആളെന്ന് പറഞ്ഞാൽ മറ്റേ സാധനം നരസിംഹത്തിൽ മറ്റേ എന്നിട്ടാണ് അച്ഛനെ അറസ്റ്റ് ചെയ്യുന്ന അറിയുമ്പോഴാണോ അറിയില്ല മറ്റേ ചാടി അറസ്റ്റ് ചെയ്യുന്ന അറിയണല്ലോ മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയാ ഈ ഒരു പെൺകുട്ടി വന്നിട്ട് മോളെന്ന് പറഞ്ഞ് വന്നിട്ട് പുറത്ത് സമരമൊക്കെ ഉണ്ടാക്കൂല അപ്പോലെ ആരുടെ മറ്റേ എന്നിട്ടാണ് അച്ഛനെ ചെയ്തിട്ടുണ്ടോ ഒറ്റ വാക്ക് മാത്രം എന്താ ആള് ചാടി ഇറങ്ങി പോണ സാധനം വീടിന്റെ ഉള്ളിൽ നിന്ന് അപ്പൊ അങ്ങനത്തെ ആളുടെ ഒരു സാഗും പരിപാടിയൊക്കെ ആൾക്കേ പറ്റുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബാക്കി നമ്മൾ ടോവിനോടൊക്കെ പോഡ്കാസ്റ്റ് എടുത്തപ്പോ ഇങ്ങനെ കുറെ പടങ്ങൾ എടുത്ത് നമ്മൾ നോട്ട് ചെയ്തൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ലാലേട്ടന്റെ അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കൂല അപ്പൊ അത് ഒരു ഇഷ്ടംമാതിരി നമ്മുടെ ഫേവറേറ്റ് ആണെങ്കിൽ ഒരു 100 പടത്തിന്റെ മുകളിൽ ഉണ്ടാവും ഇപ്പോഴാണെങ്കിൽ പോലും ഇനിയിപ്പോ വരാനുള്ള പടമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട് ഗോകുലത്തിന്റെ പ്രൊഡക്ഷനിലൊക്കെ അപ്പൊ അങ്ങനെ പിന്നെ ലാലേട്ടൻ ഇപ്പൊ ക്യാമിയോ കുറച്ച് കൂടുന്നുണ്ട് അതാണ് ഒരു ഇതുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമിയോടെ വില കളയാൻ നല്ല സാധനം ഉണ്ട് കാരണം അടുപ്പിച്ച് ക്യാമിയോൾ ഇപ്പൊ കത്തനാരിലുണ്ടെന്ന് പറയുന്നത് പിന്നെ ഖലീഫയിലുണ്ട് അതൊക്കെ ഇനി ഈ വർഷം ഇറങ്ങാനുള്ള സിനിമകളാണ് അപ്പൊ അടുപ്പിച്ച് ലാലേട്ടൻ തന്നെ ആവുമ്പോ അതൊരു സാധനം ഉണ്ട് പക്ഷെ പുള്ളി ഇവിടെ ആണെങ്കിലും അല്ലാണ്ട് പോയി ചെയ്യണ സാധനങ്ങളൊക്കെ ആണെങ്കിലും ജയിലറിൽ പോയി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടുത്തെ ഒരു ഫാൻ പോയി കൊടുക്കുന്ന പോലത്തെ ഒരു സാധനമാണ് അവിടെ അപ്പൊ ആ ഒരു സാധനം പുള്ളി എന്ത് കിട്ടിയാലും പുള്ളിയുടെ സാഗും ഇതും വെച്ചിട്ട് അഭിനയിക്കാനുള്ള പരിപാടി ആണെങ്കിലും പിന്നെ ചില സമയത്ത് പുറത്തേക്ക് ചെയ്യണ കുറച്ച് കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നുന്നുള്ളൂ ചില പടങ്ങൾ അല്ലാത്ത സാധനങ്ങൾ മാത്രമേ അല്ലാത്ത ഇവിടെ ചെയ്യണൊക്കെ അത്യാവശ്യം ക്വാളിറ്റി പരിപാടികളാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ചെറിയ പോഡ്കാസ്റ്റ് നമുക്ക് ആളെ പറ്റിയിട്ട് ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് തോന്നും പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആളെ പറ്റിയിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനങ്ങളും നമുക്ക് പറഞ്ഞെത്തിക്കാനില്ല ആളെ നമ്മളെ പറ്റി നോക്കുമ്പോൾ നമ്മള് ഭയങ്കര ചെറുതാ പുള്ളി ഭയങ്കര നമുക്കൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു മനുഷ്യനാണ് പിന്നെ ആളെ പേഴ്സണൽ ഒരു സാധനം പറയാൻ പറ്റുക പുള്ളി എല്ലാരും മോനെ എന്നാണ് വിളിക്കണം അത് കേൾക്കാൻ ഭയങ്കര രസമാണ് കാരണം മറ്റേ ഇപ്പൊ ആള് എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിൽ പോയാലും അല്ലെങ്കിൽ ഒരു പടത്തിന്റെ പ്രസ് മീറ്റിൽ പോയാലും എന്തെങ്കിലും ഒരു എററോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ കിട്ടാനും ഒരു മൈക്കോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ആയാലും പുള്ളി വിളിക്കണം എന്ന് പറഞ്ഞാൽ മോനെ കിട്ടില്ല അങ്ങനെയാണ് വിളിക്കണം അത് ഒരാളെയും മറ്റേ എടാ പോടാ അങ്ങനത്തെ ഒരു സാധനം ആൾക്കില്ല അപ്പൊ അത് ഭയങ്കര ഒരു ഇപ്പോഴും ആൾ കീപ്പ് ചെയ്ത് പണ്ടൊട്ടേ ആൾ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഒരു ക്വാളിറ്റിയാണ് അപ്പൊ അതൊരു ഹ്യൂമൻ ബീങ് ആണ് നമുക്ക് നേരിട്ട് അറിയില്ല നേരിട്ട് കണ്ടിട്ടുമില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് കണ്ടിട്ടുണ്ട് ലാലേട്ടൻ കണ്ടിട്ടില്ല അപ്പൊ ലൈഫിലുള്ള ഒരു സാധനമാണ് ആളെ നേരിട്ട് കാണണം എന്നുള്ളൊരു സാധനം ഇതൊരു ചെറിയ പോഡ്കാസ്റ്റ് ആണ് അതുപോലെ കൺസിഡർ ചെയ്താൽ മതി നിങ്ങൾക്ക് ലാലേട്ടന് ഇഷ്ടപ്പെട്ട സിനിമകളും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മൊമെന്റ്സും ലാലേട്ടനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാല് അതിപ്പോ നിങ്ങളായാലും നമ്മളതിൽ എത്ര പറഞ്ഞാലും അതിന്റെ അപ്പുറത്താണ് അത് നിങ്ങൾക്ക് ആളെ പറ്റിയിട്ടുള്ളൊരു ഇഷ്ടം എന്താണ് ആളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് അതൊക്കെ കമന്റ് ചെയ്യാം നമുക്ക് പറയാനുള്ളതാണ് ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞത് അപ്പൊ അത്രേ ഉള്ളൂ നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അപ്പൊ അതുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്തൊരു പോഡ്കാസ്റ്റില് അടുത്തൊരു എപ്പിസോഡായിട്ട് വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം.